സങ്കീർത്തനം 31:24 യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നാം കൈക്കൊള്ളുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും കൂടുതൽ ചിന്തിക്കാതെയും അഥവാ ധാരാളം ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഗുണകരമെന്ന് തോന്നുന്നതുമായ തീരുമാനങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ പുനർവിചിന്തനം ചെയ്യേണ്ടി വരാം. മനുഷ്യ സഹജമായ തെറ്റുകൾ ആർക്കും സംഭവിക്കാം. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല നല്ല വ്യക്തിത്വങ്ങളിലും ഇത്തരം തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് കാണാനാകും. അവർ അനാത്മീയരായതിനാലോ വിശുദ്ധരല്ലാത്തതിനാലോ അല്ല, മാനുഷിക ചിന്തകളിൽ തങ്ങളുടെ പരിമിതമായ ബുദ്ധിയിൽ ശരിയെന്ന് തോന്നി എടുത്തിട്ടുള്ള തീരുമാനങ്ങളോ വൈകാരികമായി കൈക്കൊണ്ട തീരുമാനങ്ങളോ ഒക്കെ ആകാം അവ. എന്നാൽ ദൈവം അവർക്ക് തിരുത്താനും മടങ്ങി വരാനും അവസരം നൽകിയിട്ടുണ്ട്. എന്നാൽ ചില തീരുമാനങ്ങൾ നഷ്ടങ്ങൾ വന്നാലും മാറ്റാൻ പാടില്ലാത്തവയാണ്. അത് ദൈവഹിതപ്രകാരം എടുത്തവയോ ദൈവകൽപ്പന പ്രകാരം എടുത്തവയോ ഒക്കെ ആകാം. എത്ര പ്രതികൂലങ്ങൾ വന്നാലും മനുഷ്യരെല്ലാം എതിരായാലും അത്തരം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർക്കായി ദൈവം പ്രവർത്തിക്കും. രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ലെന്ന് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീരുമാനമെടുത്തു. തീച്ചൂളയ്ക്കകത്തെറിയപ്പെട്ടിട്ടും അവർ പിന്നോട്ട് പോയില്ല. ദാനിയേൽ രാജാവിനോടല്ലാതെ 30 ദിവസത്തേക്ക് പ്രാർത്ഥിക്കരുതെന്ന കൽപ്പന ലംഘിച്ചത് എല്ലാ ദിവസവും 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ്. ഇവരെയെല്ലാം ദൈവം വിടുവിച്ചു. എന്നാൽ തൻ്റെ പൈതൃകാവകാശം ആഹാബ് രാജാവിന് വിട്ടുകൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ച നാബോത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവസന്നിധിയിൽ അവൻ പരാജിതനല്ല, വിജയിച്ചവനാണ്. ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പിൻ എന്ന ആഹ്വാനം ഒരു വാഗ്ദത്തം കൂടെയാണ്. ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്നതിൻ്റെ പിന്നിൽ ദൈവിക സംരക്ഷണത്തിൻ്റെ വാഗ്ദത്തം ഉണ്ട്. ഈ ഭൂമിയിൽ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടാലും അവർ പരാജിതരല്ല. നിത്യതയിൽ വാടാകിരീടങ്ങൾ അവർക്കായി ദൈവം നൽകും. കാരണം അവർ ശത്രുവായ പിശാചിനെ ജയിച്ചവരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.